നമസ്കാരം. ഞാൻ ബിജീഷ് ഷോളൂർ, പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഷോളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി. എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് നമുക്ക് ട്രേഡുകൾ നമുക്ക് മാനേജ് ചെയ്യാം. നിഫ്റ്റിയിൽ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. പക്ഷെ നമ്മൾ നിഫ്റ്റിയെ കുറിച്ചായിരുന്നു നമ്മൾ സൂചിപ്പിച്ചിരുന്നത് 22,140 റെസിസ്റ്റൻസ് ആയിട്ട് നിലനിൽക്കും. അതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം 21,170 ഇതിന്റെ ഒരു മുകളിലേക്ക് ബൈർ ഓപ്പർച്യൂണിറ്റി വന്ന് യൂട്ടിലൈസ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അവസാനത്തെ ഒരു സെക്ഷനിലാണ് ഇതിന്റെ ഒരു മുകളിലേക്ക് ഒരു ബൈർ ഒരു സെന്റിമെന്റ് വന്നിരുന്നത്. എന്നിരുന്നാലും നമുക്ക് തൊട്ടടുത്ത് റെസിസ്റ്റൻസ് നൽകിയിരുന്നു. തൊട്ടടുത്ത് റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും പ്രോഫിറ്റ് ബുക്കിംഗ് ക്വിക്ക് ആയിരിക്കണം എന്ന് നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. കാരണം നിഫ്റ്റിയിലും മൊമെന്റം അത്രയ്ക്കുള്ളൂ. കാരണം ഇത് മാനേജ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഈ ഒരു ട്രെൻഡ് മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം തൊട്ടടുത്തൊരു സപ്പോർട്ട് റെസിസ്റ്റൻസുകളൊക്കെ വരുന്ന ഒരു സമയത്ത് ക്വിക്കായിട്ട് ആ ഒരു പ്രോഫിറ്റ് ഒക്കെ നഷ്ടപ്പെട്ടു പോകാനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പം അതിനുശേഷം 22,210 ഇതാണ് നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത്. ആ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് നിഫ്റ്റിയിൽ ഒരു ഫാള് വന്നെങ്കിലും നിഫ്റ്റി വീണ്ടും തിരിച്ച് കയറിക്കൊണ്ട് 22,200 താഴെയാണ് നിഫ്റ്റിയിലെ ഒരു ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യുന്നതിനെക്കാട്ടി മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് മനസ്സിലാക്കി വെക്കുക. നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് സ്റ്റിൽ ബൈ ട്രെൻഡിലാണ്. പക്ഷെ ഈ ഒരു ട്രെൻഡ് 22,010 താഴത്തേക്ക് ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയാൽ വീക്ക്നെസ് ആകും. നിഫ്റ്റിയിൽ ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സലിന് സാധ്യത ആ ഒരു ലെവലിന് താഴെയാണ് കാണുന്നത്. അല്ലെങ്കിൽ നിഫ്റ്റി ലോവർ ലെവൽ സപ്പോർട്ടിലൊക്കെ വരുമ്പോൾ നിഫ്റ്റിയിൽ ഒരു ബൗൺസ് ചെയ്തുകൊണ്ട് ഇരിക്കും. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ ഒരു താഴത്തേക്ക് ക്ലോസിംഗ് ബേസിൽ നിലനിർത്തി കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിൽ ഒരു അപ്ഡേറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വരാൻ ദിവസത്തെ മാർക്കറ്റ് അപ്ഡേറ്റ് അനുസരിച്ച് എപ്പോഴും പ്ലാൻ ചെയ്ത് മാത്രം പിന്നെ ഓപ്പർച്യൂണിറ്റികൾ യൂട്ടിലൈസ് ചെയ്യുക. കാരണം നിഫ്റ്റിയിലും ഈ ഒരു പോസിറ്റീവ് ഇപ്പോഴും നിലനിൽക്കുന്നത് നിഫ്റ്റിയിലും ഈ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് തന്നെയാണ്. പക്ഷെ ഒരു ചെറിയൊരു റേഞ്ചിലായതുകൊണ്ട് തന്നെ നിഫ്റ്റിനെ ഒരു മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ചും ക്വിക്കായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിട്ടും വളരെ ഈസി ആയിട്ട് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് ഏതെങ്കിലും ഒരു ദിവസങ്ങളിലായാലും ഓപ്പർച്യൂണിറ്റി മിസ്സായിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിൽ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താൽ അത് എക്സാക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. കാരണം എപ്പോഴും ഒരു ആക്യുറസി ഉള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു ദിവസങ്ങളിലൊക്കെ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയിലെ ഓപ്പർച്യൂണിറ്റി കൂടി യൂട്ടിലൈസ് ചെയ്താലാണ് നമുക്ക് ആ ലോസിനെ റിക്കവർ ചെയ്ത് പ്രോഫിറ്റിലേക്ക് അത് നിലനിൽക്കാനായിട്ട് സാധിക്കുന്നത്. ചെയ്യുമ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഇത് ബേസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നതെന്ന് അത്യാവശ്യം ഒരു ഐഡിയ കുറച്ച് നാളിത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലും കിട്ടും. അപ്പോൾ നിഫ്റ്റിയിലും ഇപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിഫ്റ്റിയിലും മാനേജ് ചെയ്യുമ്പോൾ വരും ദിവസങ്ങളായാലും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് 22,210 തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന അതേ റെസിസ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ നിഫ്റ്റി ഇൻ കേസ് ഒരു ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തു 22,210 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഈ ഒരു ലെവലിലൊക്കെ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ എപ്പോഴും മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബ്രേക്ക് ചെയ്ത അതേ ക്യാൻഡിൽ തന്നെ ഇൻ കേസ് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത അതേ ക്യാൻഡിൽ തന്നെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പ്ലേസ്, അതായത് അതിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്ന രീതിയിൽ എപ്പോഴും പ്ലാൻ ചെയ്തുകൊണ്ട് ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ 22,210 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ 22,210 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 22,270 വരെ റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാം. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 22,210 മുകളിലാണ്, പക്ഷെ അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് വരുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, 22,200 താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. 22,210 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ 22,200 എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയതുകൊണ്ടാണ് ഇതേ രീതിയിൽ ആക്ട് ചെയ്യുന്നത്. അതായത് 22,200 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അതായത് ഇതിന്റെ മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അത് ഫെയിലിയർ ആയിക്കൊണ്ട് 22,200 താഴത്തേക്ക് ക്ലോസിംഗ് നടത്തി കഴിഞ്ഞാൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ചെറിയ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ലോവർ ലെവൽ സപ്പോർട്ട് 22,125 സപ്പോർട്ടാണ്, 22,90 സപ്പോർട്ടാണ്. 22,90 സപ്പോർട്ട് വർക്കൗട്ട് ചെയ്തിട്ട് 90 ഹോൾഡ് ചെയ്തുകൊണ്ട് 125 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ
മാത്രമാണ് ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. 22,90 താഴെ നിഫ്റ്റി വീക്ക്നെസ് ആണ്. അതിനുശേഷം അതിൽ നിഫ്റ്റിയുടെ കയ്യിലും സപ്പോർട്ട് വരുന്നത് 22,050 സപ്പോർട്ടാണ്, 22,010 സപ്പോർട്ടാണ്. 22,010 ലോവർ ലെവലെ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽ വരുന്നത്. ആ ഒരു ലെവലൊക്കെ എത്തുന്ന ഒരു സമയത്ത് ശ്രദ്ധിക്കുക. ഇൻ കേസ് ഓപ്പൺ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ടിൻ്റെ താഴെയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻറ്റ് നൽകാം. സപ്പോർട്ടിലാണെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന രീതിയിൽ 125ൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈർ ഓപ്പർച്യൂണിറ്റി ചെറിയ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ നിഫ്റ്റിയിൽ അതിൽ ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്തതിനു ശേഷം എക്സാക്റ്റായിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ലോവർ ലെവല് ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് ലെവല് 42,400 അടുത്താണ് സപ്പോർട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി ഇതിൻ്റെ ഒരു താഴത്തേക്ക് വന്നാലും തിരിച്ച് ഇതിൻ്റെ മുകളിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രമിക്കും. അതായത് 42,400 മുകളിലേക്ക് നിലനിർത്താനായിട്ട്. കാരണം ക്ലോസിംഗ് ബേസിൽ ഇതിൻ്റെ താഴത്തേക്ക് നിലനിർത്തിയാലാണ് വീക്ക്നെസ് ആകുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്ന ഈ ഒരു സപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് സപ്പോർട്ടാണ് 42,400. അപ്പോൾ ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് നല്ലൊരു ബൈർ ഓപ്പർച്യൂണിറ്റി ബാങ്ക് നിഫ്റ്റിയിലും കിട്ടിയിരുന്നു. അപ്പോൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് ലെവൽ പറയുന്ന ഒരു സമയത്ത് ശ്രദ്ധിക്കുക. നിഫ്റ്റിയിലായാലും പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ ഇവിടെ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചെറിയ ഒരു മൊമെന്റത്തിന് തന്നെയാണ് ഒരു സാധ്യത കാണുന്നത്. റൈറ്റ് ആയിട്ടുള്ള ഒരു ബൈർ ഓപ്പർച്യൂണിറ്റി ഇത് നിങ്ങൾക്ക് എന്നാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബൈർ ഓപ്പർച്യൂണിറ്റികളൊക്കെ മാർക്കറ്റിൽ അത് കിട്ടും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിലും ഹയർ ലെവൽ റെസിസ്റ്റൻസ് കാണുന്നത് 46,700 റെസിസ്റ്റൻസ് ആണ്. 46,700 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നമുക്കൊരു ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ സെയിം ക്യാൻഡിലിന്റെ ലോ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 46,900 അടുത്താണ് അടുത്ത റെസിസ്റ്റൻസ് വരുന്നത്. അതായത് 46,700 റെസിസ്റ്റൻസ് വരുന്നത്. 700 താഴെ നിലനിൽക്കുന്നത് വീക്ക്നെസ് ആണ്. പ്രോഫിറ്റ് ബുക്കിന്റെ ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിൽ റെസിസ്റ്റൻസ് 46,700 കാണുന്നത്. 700 താഴെ പ്രോഫിറ്റ് ബുക്കിനാണ് സാധ്യത വരുന്നത്. ലോവർ ലെവൽ സപ്പോർട്ട് 46,445 വരുന്നത്. അതിനുശേഷം 330 ഈ 330 സപ്പോർട്ട് വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതനുസരിച്ച് തന്നെ 445ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രം ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 445ന്റെ താഴെ വന്നാൽ തൊട്ട് താഴെ സപ്പോർട്ട് ഉണ്ട് 330 330 ഹോൾഡ് ചെയ്തുകൊണ്ട് 445ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓപ്പൺ ചെയ്യുന്നത് 46,445 താഴെയാണെങ്കിൽ ഷോർട്ട് സെൽ തന്നെയാണ്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം, ബൈക്ക് കൂടുതൽ പവർ കിട്ടണമെങ്കിൽ 330 ഹോൾഡ് ചെയ്തുകൊണ്ട് 445ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. എന്നാലാണ് ആ ഒരു ബൈക്ക് കൂടുതൽ മൊമെന്റം കിട്ടുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഈ ഒരു ലെവലിലൊക്കെ ഓപ്പൺ ചെയ്താലും ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ടിന്റെ അടുത്തൊന്നും റെസിസ്റ്റൻസിന്റെ അടുത്തൊന്നും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു 46,700 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ചെറിയ ടൈം ഫ്രെയിമിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 46,700 മുകളിൽ റെസിസ്റ്റൻസ് 46,900 47,000. ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര ലെവൽ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാൻ ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ ആയിട്ട് നമുക്ക് വരും ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.